ചെങ്കോട്ട സ്ഫോടനത്തെക്കുറിച്ചുള്ള നിർണായകമായ വിവരങ്ങൾ പുറത്തുവരികയാണ്. അതിമാരകമായ പ്രഹരശേഷിയുള്ള സ്ഫോടകശേഷിയുള്ള TATP ആണ് പ്രധാനമായും ഈ സ്ഫോടനത്തിന് ഉപയോഗിച്ചത് എന്നുള്ള ഏറ്റവും നിർണായകമായ കണ്ടെത്തലാണ് ഇപ്പോൾ ഫോറൻസിക് പരിശോധനാ സംഘം നടത്തിയിരിക്കുന്നത്. മദർ ഓഫ് സാത്താൻ എന്നറിയപ്പെടുന്ന രാസവസ്തുവാണ് സ്ഫോടനത്തിന് ഉപയോഗിച്ചത്. അമോണിയം നൈട്രേറ്റുമായി കലർത്തിയ ട്രയാസെറ്റോൺ ട്രൈ പെറോക്സൈഡ് TATP പ്രാഥമികമായി തന്നെ വമ്പൻ സ്ഫോടനം നടത്താൻ ശേഷിയുള്ള സ്ഫോടക വസ്തു. ഈ സ്ഫോടക വസ്തുവിന്റെ സാന്നിധ്യമാണ് ചെങ്കോട്ട സ്ഫോടനം നടത്തിയ I-20 കാറിൽ നിന്നും ഫോറൻസിക് പരിശോധനാ സംഘത്തിന് ലഭിച്ചത്. ഈ സ്ഫോടക വസ്തു സാധാരണയായി വലിയ തീവ്രവാദ സ്ഫോടനങ്ങൾക്ക് തീവ്രവാദികൾ ഉപയോഗിക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത്. ആ സ്ഫോടക വസ്തുവിന് TATP എന്നറിയപ്പെടുന്ന മാരക പ്രഹരശേഷിയുള്ള സ്ഫോടക വസ്തുവാണ് ചെങ്കോട്ട സ്ഫോടനത്തിന് ഉപയോഗിച്ചത് എന്നുള്ള പ്രാഥമികമായ വിവരങ്ങൾ പുറത്തു വരികയാണ്. ഏറ്റവും നിർണായകമായ ഒരു വിവരം തന്നെയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ചെങ്കോട്ട സ്ഫോടനം കേവലം ചെറിയൊരു സ്ഫോടനമായി നടത്താനല്ല, നൂറുകണക്കിന് ആളുകളെ കിലോമീറ്റർ കണക്കിന് ദൂരം കത്തിക്കാനും ആ പ്രദേശത്തെ ഒന്നാകെ ചുട്ടുചാരമാക്കാനുമായി നടത്തിയ ഒരു ആക്രമണ പദ്ധതിയായിരുന്നു ചെങ്കോട്ട സ്ഫോടനം എന്നാണ് ഇപ്പോൾ NIA സംഘം കണ്ടെത്തിയിരിക്കുന്നത്. TATP സ്ഫോടക വസ്തു ഈ സ്ഫോടനത്തിൽ ഉപയോഗിച്ചതായി അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം തന്നെ വെളിപ്പെടുത്തുന്നത്. അതേസമയം ചെങ്കോട്ട സ്ഫോടനത്തിന്റെ ഗൂഢാലോചന നടന്നു കരുതപ്പെടുന്ന അൽഫല മെഡിക്കൽ കോളേജ്, ആ അൽഫല മെഡിക്കൽ കോളേജിലെ 22 ഡോക്ടർമാർക്ക് കൂടി ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പരോക്ഷമായോ പ്രത്യക്ഷമായോ ബന്ധമുണ്ട് എന്നാണ് ഇപ്പോൾ NIA കണ്ടെത്തിയിരിക്കുന്നത്. ഈ കേസിലെ പ്രധാന പ്രതിയും ചാവേറുമായിരുന്ന ഒമർ നബി, ആ ഒമർ നബിയോടൊപ്പം ബന്ധമുണ്ടായിരുന്ന 22ഓളം പേരെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം വളഞ്ഞിരിക്കുന്നത്. ഈ കേസിലെ രണ്ടാം പ്രതിയും അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുള്ള ആളുമായ ഡോക്ടർ മുഹമ്മദ് ഷക്കീലിലേക്കാണ് ആദ്യമായി അന്വേഷണ സംഘം എത്തിയത്. മുഹമ്മദ് ഷക്കീലിൽ നിന്ന് വൻതോതിലുള്ള സ്ഫോടക വസ്തുക്കൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. മറ്റൊരാൾ ഡോക്ടർ ഷഹീൻ ഷാഹിദ്, ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗത്തിൽ അംഗമായ ജെയ്ഷെ മുഹമ്മദിലേക്ക് വനിതകളെ റിക്രൂട്ട് ചെയ്യുന്നതിലെ പ്രധാനിയായ ഈ അൽഫല ആശുപത്രിയിലെ തന്നെ ഒരു ഡോക്ടറായ ഡോക്ടർ ഷഹീൻ ഷാഹിദ്, ഇവർ രണ്ടുപേരുമാണ് അന്വേഷണ സംഘത്തിന്റെ പിടിയിലുള്ളത്. ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അൽഫല മെഡിക്കൽ കോളേജിൽ, ജാമിയ മിയയിൽ പ്രവർത്തിക്കുന്ന അൽഫല മെഡിക്കൽ കോളേജിലെ 22 ഡോക്ടർമാർക്ക് ഈ സ്ഫോടനവുമായി ബന്ധമുണ്ടാവുകയോ അല്ലെങ്കിൽ ഈ സ്ഫോടനം നടക്കുമെന്ന് അവർക്ക് അറിയാമായിരിക്കുകയോ ചെയ്തിരുന്നു. അതായത് ഈ സ്ഫോടനത്തെക്കുറിച്ചും ഈ സംഭവ വികാസങ്ങളെക്കുറിച്ചും അവർക്ക് കൃത്യമായ അറിവുണ്ടായിരുന്നു എന്ന് സാരം. അത്തരത്തിലുള്ള 22 പേരെ ഇപ്പോൾ പൂർണ്ണമായും നിരീക്ഷിക്കുകയാണ് അന്വേഷണ സംഘം. അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലേക്ക് ഇവർ ആയിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ അൽഫല ആശുപത്രിയിലെ ചില കെട്ടിടങ്ങളിലെ ചില മുറികളിൽ നിരന്തരമായി ഈ ഒമർ നബിയും അതുപോലെ തന്നെ ഷക്കീൽ അടക്കമുള്ള ആളുകളും മീറ്റിങ്ങുകൾ നടത്തിയിരുന്നതായും ഈ മീറ്റിങ്ങുകളിൽ പലരും പങ്കെടുത്തിരുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലുള്ള കസ്റ്റഡിയിലുള്ള 22 ഡോക്ടർമാരിൽ എത്ര പേർ ആ മീറ്റിങ്ങുകളിൽ പങ്കെടുത്തിരുന്നു, അവരിൽ എത്ര പേർ ഈ സ്ഫോടന ഗൂഢാലോചനയിൽ നേരിട്ട് പങ്കെടുത്തു, എത്ര പേർക്ക് ഇതേക്കുറിച്ച് അറിവുണ്ടായിരുന്നു, ഇതാണ് ഇപ്പോൾ പ്രധാനമായും പരിശോധിക്കുന്നത്. അതായത് അൽഫല മെഡിക്കൽ കോളേജിലെ ഒട്ടുമുക്കാൽ ആളുകൾക്കും തീവ്രവാദ ബന്ധമുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ NIA പുറത്തുവിടുന്നത്. അവിടെയുള്ള മെഡിക്കൽ സ്റ്റാഫുകൾ, പാരാമെഡിക്കൽ സ്റ്റാഫുകൾ അടക്കം കൂട്ടത്തോടെ രാജിവെച്ചു പോകുന്നു എന്നുള്ള ചില വാർത്തകൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ കേസിൽ പെടാതിരിക്കാനോ അല്ലെങ്കിൽ രക്ഷപ്പെടാനോ വേണ്ടിയുള്ള തന്ത്രങ്ങൾ ചിലർ മെനയുകയാണ്. നിരവധി മെഡിക്കൽ സ്റ്റാഫുകൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ ആശുപത്രിയിൽ നിന്ന് മിസ്സിംഗ് ആയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അതേസമയം ഇവരെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലേക്ക് ആയിക്കാണുമെന്നുള്ള ചില സൂചനകളും പുറത്തു വരുന്നു. അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ എല്ലാം തന്നെ ഇതിനകം തൂക്കിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന ചില അനൌദ്യോഗിക വിവരങ്ങൾ. എന്തായാലും അൽഫല ആശുപത്രി, അൽഫല മെഡിക്കൽ കോളേജിന് കൃത്യമായ പങ്ക് ഈ ഗൂഢാലോചനയിൽ ഉണ്ട് എന്ന് അന്വേഷണ സംഘം വ്യക്തമാകുന്നു. അൽഫല മെഡിക്കൽ കോളേജിലെ എത്ര ഡോക്ടർമാർ ഈ വൈറ്റ് കോളർ ടെററിസത്തിൽ പങ്കാളികളാണ്? ഈ വൈറ്റ് കോളർ ടെററിസത്തിന്റെ ശൃംഖല നെറ്റ്വർക്ക് ഓരോ മണിക്കൂറിലും വിപുലമായി വരുന്നു എന്നുള്ളതാണ് NIA സംഘത്തിന്റെ കണ്ടെത്തൽ.
ഡൽഹിയിലെ അൽഫല ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഓഫീസിൽ ഇന്ന് NIA റെയ്ഡ് നടന്നു. അതുപോലെ അൽഫല മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയായ ബംഗാൾ സ്വദേശിയായ ഒരു വിദ്യാർത്ഥിയെ കൂടി അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ സ്ഫോടനവുമായി ഇയാൾക്ക് ബന്ധമുണ്ടെന്നും ഉമർ നബിയുമായി നിരന്തരമായി ഇയാൾ ബന്ധപ്പെട്ടിരുന്നുവെന്നും കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയെ പശ്ചിമ ബംഗാളിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. എന്തായാലും ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് 2 FIR കൂടി അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്തു എന്നുള്ള പ്രധാനപ്പെട്ട വിവരമാണ് പുറത്തുവരുന്നത്. ഡൽഹി സ്ഫോടനത്തിൽ ഉപയോഗിച്ചത് ഏറ്റവും മാരക പ്രഹരശേഷിയുള്ള TATP സ്ഫോടക വസ്തു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടെത്തലാണ്. കേസിലെ പ്രതികളുടെ ഓരോ സോഴ്സുകളിലേക്കും ഓരോ ഉറവിടങ്ങളിലേക്കും കൃത്യമായി തന്നെ എത്തുകയാണ് അന്വേഷണ സംഘം. ഡോക്ടർമാരുടെ വൻ സംഘം ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഡോക്ടർ ഉമർ നബിയുടെ നെറ്റ്വർക്കിൽ നിരവധി ഡോക്ടർമാർ രാജ്യത്തിന്റെ ഉള്ളിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാർ പെട്ടിട്ടുണ്ട്. ആ വലയിൽ അവർ അകപ്പെട്ടിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘം കൃത്യമായി മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഏറ്റവും നിർണായകമായ വിവരം, അൽഫല ആശുപത്രിയിലെ 22 ഡോക്ടർമാർ ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലോ കസ്റ്റഡിയിലോ ആണ്. ഇവർക്കെല്ലാം തന്നെ ഈ സ്ഫോടനവുമായി ബന്ധമുണ്ടാവുകയോ സ്ഫോടനത്തെക്കുറിച്ച് അറിവുണ്ടാവുകയോ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അവർ ഒരു ചെറുവിരൽ അനക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും നിർണായകമായ വിവരം. അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട് അൽഫല ആശുപത്രിയിലെ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയെ കൂടി അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു എന്ന വിവരങ്ങളാണ്, നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ 200ഓളം ഡോക്ടർമാരെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരിക്കുന്നു. നിർണായകമായ നീക്കമാണ് അന്വേഷണ സംഘം നടത്തുന്നത്. ഉത്തർപ്രദേശിലെ 200ഓളം ഡോക്ടർമാർ NIAയുടെ നിരീക്ഷണ വലയത്തിൽ 200ഓളം ഡോക്ടർമാരെ NIA ചോദ്യം ചെയ്തു എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്തകളാണ് പുറത്തു വരുന്നത്. ഡോക്ടർമാരടങ്ങിയ തീവ്രവാദ സംഘമാണ് ഈ വൈറ്റ് കോളർ ടെററിസ്റ്റിന്റെ പിറകിലെന്ന് NIA കണ്ടെത്തിയിരിക്കുന്നു. രാജ്യത്താകമാനം നിരവധി ഡോക്ടർമാർ ഈ ടെറർ നെറ്റ്വർക്കിൽ അംഗമായിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ ഈ ടെറർ നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നു എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. എന്തായാലും ഏറ്റവും പുതിയ വിവരങ്ങൾ, 200ഓളം UP യിലെ 200ഓളം ഡോക്ടർമാരെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു. നിരവധി ഡോക്ടർമാർ ഇതിനകം തന്നെ NIAയുടെ വലയിലായി കഴിഞ്ഞിരിക്കുന്നു. അൽഫല ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ പാരാമെഡിക്കൽ സ്റ്റാഫുകൾ കൂട്ടത്തോടെ അവധിയെടുത്ത് മുങ്ങുന്നു. അതോ ഇവരെ ആശുപത്രിയിൽ കാണാനില്ല എന്നുള്ള വിവരം പുറത്തു വരുന്നു. ഇവർ അവധിയെടുത്ത് മുങ്ങിയതാണോ അതോ NIA ഇവരെ തൂക്കിയതാണോ എന്നുള്ളതാണ് ഇനി പുറത്തു വരേണ്ട പ്രധാനപ്പെട്ട വിവരം.